അതെ, ഇതുപോലൊരു അച്ചാർ നിങ്ങൾ ഒരിക്കലും കഴിച്ച് കാണാൻ ഒരു വഴിയില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. കായം ചേർക്കേണ്ട, വേവിച്ചും എടുക്കേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മാങ്ങാച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മാങ്ങ എല്ലാം വൃത്തിക്ക് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ വലിയ കഷ്ണത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു ചെറിയ രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കി എടുക്കാവേ. അപ്പോൾ ഇത്തിരി പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ വിനാഗിരി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. കാരണം ഇച്ചിരി പഴുപ്പ് ഉള്ള മാങ്ങ ആയതുകൊണ്ട് പുളി ഇച്ചിരി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് ഇനി ഒന്നുമില്ല. നമുക്ക് വേവിക്കുകയും വേണ്ട, നമുക്ക് കായപ്പൊടി ഒന്നും ചേർക്കേണ്ട. നമ്മൾ സാധാരണ കഴിക്കുന്ന അച്ചാറിൽ നിന്നും ഒരു പടി മുകളിലാണ് തന്നെ വരിക. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് അച്ചാർ കഴിക്കാൻ തോന്നി. ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇനി പൊതിച്ചോറ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇനി ചോറ് കഴിക്കാനോ ഒക്കെ ഉണ്ടല്ലോ. ഇനി സമയം ഒരുപാട് മെനക്കെടേണ്ട അച്ചാറിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു അച്ചാർ കഴിക്കാൻ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല കണ്ടെയ്നറിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ എയർ കടക്കത്തില്ലാത്ത കണ്ടെയ്നറിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ പുറത്ത് വെച്ച് തന്നെ ആട്ടോ ഉപയോഗിച്ചത്. കാരണം ഒരു കേടും വന്നിട്ടില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. എസ്പെഷ്യലി പറയാതിരിക്കാൻ പറ്റത്തില്ല, ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ചാറുകറിയുടെ ഒക്കെ കൂടെ ഈ ഒരു അച്ചാർ നല്ലതായിട്ട് പോകും കേട്ടോ. അപ്പം മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്തോളുക. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ ചോറ് കൊടുത്തു വിടുമ്പോൾ ഒരു ശകലം അച്ചാറൊക്കെ വെച്ച് കൊടുത്തു വിടാൻ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും മെനക്കെടേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ. മസ്റ്റായിട്ടും ഇത് മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.